Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിന്റെയാണ്. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സവോള വഴറ്റിയെടുക്കുക അതല്ലെങ്കിൽ മാവ് കുഴച്ചെടുക്കുക ഒന്നും വേണ്ട. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഇതുപോലെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അത് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് റവക്ക് 1/4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റവ നമുക്ക് പൊടിയെല്ലാം വാട്ടിയെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വാട്ടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട്, ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് കിഴങ്ങെടുക്കുമ്പോൾ റവയെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ കിഴങ്ങെടുക്കാൻ. അപ്പോഴാണ് ഈ ഒരു സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിവിടെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം റവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മല്ലിയില നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് കഴുകിയ ശേഷം കയ്യിലൊരു അല്പം വെള്ളമാക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസ് രൂപത്തിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ 2 കൈയും ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതോടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്